എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്നുള്ളതല്ലേ. നമ്മുടെ ഈ മഹത്തായ ജനാധിപത്യത്തിൻ്റെ, നമ്മുടെ ഈ ഭരണഘടനയുടെ അടിത്തറ എന്നുള്ളത് നമ്മൾ വോട്ടേഴ്സാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടുകളുമാണ്. ആ വോട്ടിലൂടെയാണ് നമ്മളെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതും ഗവൺമെൻറ്റുകളും മറ്റ് ഭരണകൂടങ്ങളും നിലവിൽ വരുന്നതും പുതിയ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നതും നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതും അങ്ങനെ എല്ലാം ഈ ഭരണകൂടങ്ങളിലൂടെയാണല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ വോട്ടിംഗ് സിസ്റ്റം, തെരഞ്ഞെടുപ്പുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണല്ലേ. അങ്ങനെ ഇരിക്കെ ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ, അത് വോട്ടേഴ്സ് ലിസ്റ്റിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് കള്ളവോട്ടുകളിലാകട്ടെ, എന്തിനാണെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, നമ്മളുടെ ജനാധിപത്യത്തിന്, നമ്മളുടെ നാട്ടിലെ ആ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടല്ലോ, അതിന് കളങ്കം വന്നു എന്ന് തന്നെയാണ്, മറ്റൊന്നുമല്ല. പക്ഷേ മറിച്ച് ഞാൻ പറഞ്ഞത് അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വോട്ടെന്ന് പറയുന്നത് വെറും നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് തന്നെ സംസാരിക്കണം. അതിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾ പഠിച്ച് പരിശോധിച്ച് അത് വിശകലനം ചെയ്ത് പൊതുസമൂഹത്തോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നാളെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി സിനിമ ഇറങ്ങുകയാണ്. ആ ഒരു റിലീസ് ഡേറ്റ് മാറ്റി വെക്കട്ടെ, ഇവിടെ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാണാം. പക്ഷേ നമ്മളുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും നിർണായകരമായിട്ടുള്ള ഒരു ചർച്ച ഇവിടെ പൊങ്ങി വന്നപ്പോൾ പലരും അതിനെപ്പറ്റിയൊന്നും അറിയുന്ന പോലും ഇല്ല. അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നതല്ലേ. ഒരിക്കലുമില്ല. നിങ്ങളെയും എന്നെയും ഇവിടെ നാളെ ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞിനെയും ബാധിക്കുന്ന ഒന്നാണ് നമ്മളുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് നിങ്ങൾ ഒരാളോടെങ്കിലും, ഇപ്പോൾ അടുത്ത കൂട്ടുകാരിരിക്കുമല്ലേ, എടാ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാൻ ദയവായിട്ട് തയ്യാറാകുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. മറ്റൊന്നുമല്ല, പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച വോട്ട് ചോരി എന്ന് പറയുന്ന ആ ഒരു പ്രസ് കോൺഫറൻസിനെ പറ്റി തന്നെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് അദ്ദേഹം സ്പെസിഫിക്കലി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവിടുത്തെ ലോക്സഭാ മണ്ഡലം, ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അകത്ത് വരുന്ന ഒരു നിയമസഭാ സെഗ്മെൻ്റ് ആണ്. അവിടെ നടന്നിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ട് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പതിവിന് വിപരീതമായിട്ട് അദ്ദേഹം ഡാറ്റ അടക്കമാണ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ലോക്സഭാ മണ്ഡലത്തിൻ്റെ അകത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ അകത്ത് പ്രശ്നം വന്നെന്നോ, ഇതെന്താണ് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയണമെന്നില്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ, ഇത് എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, എങ്ങനെയാണ് വോട്ട് മോഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തത്, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്. പിന്നെ മൂന്നാമതായിട്ട്, നമ്മുടെ നാട്ടിലെ വോട്ടിംഗ് സിസ്റ്റത്തിലെ ചില പാകപ്പിഴകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കഴിയുന്നവർ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്കാനൊന്ന് ശ്രമിക്കുക. കാരണം ലൈക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അടുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് എത്തത്തുള്ളൂ. ഇതുപോലുള്ള സമകാലിക വിഷയങ്ങൾ അറിയുന്നതിനോടൊപ്പം നമ്മുടെ സമ്പത്ത് വളർത്താനുള്ള അവസരങ്ങളെക്കുറിച്ചും പലരും ചോദിക്കാറുണ്ട് കേട്ടോ. പലരും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപം എന്ന നിലയിൽ ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണ്. പക്ഷേ അതിൽ നിന്ന് 5-6% മാത്രമാണ് റിട്ടേൺ ലഭിക്കുന്നത്. ഇപ്പോഴത്തെ ക്യാപിറ്റൽ ഗ്യാരണ്ടി റേറ്റ്, അതായത് നിക്ഷേപിച്ച പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് റിട്ടേൺ സാധ്യതയുള്ള നിക്ഷേപ അവസരങ്ങളുണ്ട് കേട്ടോ. അത്തരത്തിലൊരു അവസരമാണ് സാക്ഷാൽ ടാറ്റയുടെ കീഴിലുള്ള ടാറ്റ AE ലൈഫിന്റെ BSE 500 മൊമെന്റ് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO. ഇതിൽ നിക്ഷേപിക്കാനുള്ള തീയതി ഓഗസ്റ്റ് 24 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഇനി വെറും 12 ദിവസം കൂടി മാത്രം. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5 വർഷത്തിൽ 36.2%, 10 വർഷത്തിൽ 22.9% വാർഷിക ശരാശരി റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതായത് 10 വർഷം മുമ്പ് നിങ്ങൾ 10 ലക്ഷം രൂപ ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് 79 ലക്ഷം രൂപയായിട്ട് തിരികെ ലഭിച്ചേനെ. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇതേ ഇൻഡെക്സിനെ തന്നെയാണ് ടാറ്റ AE ലൈഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. NAV 10 രൂപ മാത്രമുള്ള NFOയിൽ നിങ്ങൾക്ക് എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും കേട്ടോ. അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവറും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. സംഭവം അടിപൊളിയല്ലേ. വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. പ്രവാസികൾക്കും ഇവിടെ നിക്ഷേപിക്കാൻ കേട്ടോ. മാസം 18,000 രൂപ നിക്ഷേപിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെയുണ്ട്. മറക്കണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 24. കൂടുതൽ വിവരങ്ങൾ അറിയാനും നിക്ഷേപിക്കാനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്താലും മതി കേട്ടോ. മലയാളത്തിൽ തന്നെ കസ്റ്റമർ കെയർ സേവനവും നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തരികയും ചെയ്യും. പിന്നെന്ത് വേണം. പിന്നെ മറക്കണ്ട, സംഭവം ടാറ്റയുടെയാണ്. കണ്ണ് അടച്ച് വിശ്വസിക്കാം. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭാ മണ്ഡലത്തെ പറ്റിയിട്ടും നിയമസഭാ മണ്ഡലത്തെ പറ്റിയിട്ടുമാണ്. അതെല്ലാവർക്കും ധാരണ ഉണ്ടാകണമെന്നൊന്നുമില്ല. അപ്പോൾ
നമ്മുടെ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ MLA മാരെ തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങൾ. ഈ 140 പേരും എങ്ങോട്ടാണ് പോകുന്നത്? തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിലേക്കല്ലേ. അപ്പോൾ ഈ ഒരു MLA മാരിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ ആയി മാറുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ MP മാരെ, മെമ്പർ ഓഫ് പാർലമെൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ മണ്ഡലങ്ങളാണ്. അവർ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഡൽഹിയിലുള്ള പാർലമെന്റിലെ ലോക്സഭയിലേക്കാണ് അവർ പോകുന്നതല്ലേ. ഈ 2 ഇലക്ഷനും രണ്ടായിട്ട് തന്നെയാണ് നടത്താറുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കർണാടകയിലെ കാര്യം പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞു കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. എൻ്റെ ലോക്സഭാ മണ്ഡലം എന്നുള്ളത് ആലപ്പുഴയാണ്. അവിടുത്തെ MP ആയിട്ടുള്ളത് KC വേണുഗോപാലാണല്ലേ. അപ്പോൾ ഇനി മനസ്സിലാക്കുക, 2024 ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇപ്പോൾ KC വേണുഗോപാൽ നമ്മുടെ CPM-ൻ്റെയും BJP മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവർക്കെല്ലാം കിട്ടിയ ആകെ വോട്ട് മാത്രമല്ല നമുക്കറിയാൻ പറ്റുന്നത്. മറിച്ച് ഈ ആലപ്പുഴ എന്ന വലിയ ലോക്സഭാ മണ്ഡലമില്ലേ, അതിൻ്റെ അകത്ത് ഒരുപാട് ചെറിയ നിയമസഭാ മണ്ഡലങ്ങൾ, നമ്മളുടെ MLA-മാരെ തിരഞ്ഞെടുക്കുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, അത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയ വോട്ട് തരം തിരിച്ച് നമുക്കറിയാൻ പറ്റും. ഈവൻ ഓരോ ബൂത്തിൽ നിന്ന് കിട്ടിയ വോട്ട് വരെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഒരു ലോക്സഭാ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം ആലപ്പുഴ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നുണ്ട്. അരൂര്, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി. അപ്പോൾ KC വേണുഗോപാൽ ജയിച്ചു, മറ്റുള്ളവർക്കൊക്കെ വോട്ട് കിട്ടി തോറ്റു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മണ്ഡലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ ചെറിയ ചെറിയ മണ്ഡലങ്ങളുണ്ടല്ലോ, നിയമസഭാ മണ്ഡലങ്ങൾ, അവിടുന്ന് വന്നിട്ടുള്ള വോട്ട് എത്രയാണെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് അവൈലബിൾ ആണ്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ അകത്തെ നിയമസഭാ മണ്ഡലങ്ങൾ. ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ തരംതിരിച്ച് നമുക്കറിയാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് കർണാടകയിലേക്ക് വരാം. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കർണാടകയിൽ 224 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതോടൊപ്പം 28 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ബാംഗ്ലൂർ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ സ്പേസിൽ ഒരുപാട് ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെ വന്നിട്ടുണ്ടല്ലേ. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ജനസാന്ദ്രതയാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്പേസിൽ 3-4 ലോക്സഭാ മണ്ഡലങ്ങൾ അടുത്തടുത്ത് ചെറിയ പ്രദേശത്തുള്ളതായിട്ട് കാണാൻ സാധിക്കുമല്ലേ. ഇതിലൊരു ലോക്സഭാ മണ്ഡലമാണ് ബാംഗ്ലൂർ സെൻട്രൽ എന്നുള്ളത്. ഈ ബാംഗ്ലൂർ സെൻട്രൽ ആണ് നമ്മളുടെ ചർച്ചാ വിഷയം. അതുപോലെ തന്നെ ഈ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അകത്തും നിയമസഭാ മണ്ഡലങ്ങളില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് 8 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 8 ഒരു നിയമസഭാ മണ്ഡലമാണ് മഹാദേവപുര. ഇപ്പോൾ ആലപ്പുഴ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഒരു നിയമസഭാ മണ്ഡലമാണ് ചേർത്തല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതുള്ളത്. അതായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അകത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ആരോപണം വരികയാണ്, ആ ചേർത്തല നിയമസഭാ മണ്ഡലത്തിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചാൽ എങ്ങനെ ഇരിക്കും. ഒരു മണ്ഡലത്തെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാംഗ്ലൂർ സെൻട്രലിൻ്റെ അകത്തുള്ള മഹാദേവപുര എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമുണ്ട്. അവിടെ പ്രശ്നമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, 1,00,000-ലധികം വോട്ടുകളിൽ അട്ടിമറി നടന്നിരിക്കുന്നു, അഥവാ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, കള്ള വോട്ടുകളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 5 തരത്തിൽ വോട്ട് ചോരി അഥവാ വോട്ട് മോഷണം, വോട്ട് ഫ്രോഡ് നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ കാര്യങ്ങളും നമുക്ക് അക്കമിട്ട് പറയാം. നമ്മൾ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നിലവിൽ വിജയിച്ചിട്ടുള്ളത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PC മോഹനാണ്. അദ്ദേഹം ആദ്യമായിട്ടുള്ള ജയിക്കുന്നത്, ഈ മണ്ഡലം രൂപീകരിച്ചത് 2008-ലാണ്. അത് കഴിഞ്ഞിട്ടുള്ള 4 ലോക്സഭാ ഇലക്ഷനിലും അദ്ദേഹം തന്നെയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്തെന്നാൽ, ഇപ്പോൾ നമ്മൾ അവിടെ എത്ര വോട്ടിനാണ് ജയിച്ചെന്ന് നോക്കുവാണെങ്കിൽ കോൺഗ്രസിന് 6,26,208 വോട്ടും, അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള PC മോഹനൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൻസൂർ അലി ആയിരുന്നു, BJP സ്ഥാനാർത്ഥിക്ക് 6,58,915 വോട്ടുമാണ് ജയിച്ചിട്ടുള്ളത്. അതായത് 32,707 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം ജയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ രാഹുൽ ഗാന്ധി പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ച മഹാദേവപുര, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് മഹാദേവപുര എന്നുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള വോട്ടിങ്ങിലെ ചില പ്രശ്നമാണ് അദ്ദേഹം ആദ്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ മാത്രം BJP-ക്ക് 2,29,632 വോട്ടും കോൺഗ്രസിന് 1,15,586 വോട്ടുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു മണ്ഡലത്തിൽ മാത്രം 1,14,046 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് രാഹുൽ ഗാന്ധി ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് തെറ്റാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ മാത്രമാണ് നമുക്ക് ഭൂരിപക്ഷം ഇല്ലാതെ പോയത്, ബാക്കി എല്ലാത്തിലും നമ്മളായിരുന്നു മുമ്പിൽ, ഇവിടെ ഇത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ നേടിയുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്നാൽ സത്യം അതല്ല. ഇവിടെ ബാംഗ്ലൂർ സെൻട്രൽ
ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 8 നിയമസഭാ സെഗ്മെൻറ്റുകളാണുള്ളത്. അതിൻ്റെ അകത്ത് 5 കോൺഗ്രസ് ജയിക്കുകയും, അതായത് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയും 3 BJPക്ക് ഭൂരിപക്ഷം കിട്ടുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തണമായിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 6 മാസം പഠിച്ചിട്ടാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതെന്ന്. ഇനി മഹാദേവപുരയിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് 5 തരത്തിൽ അവിടെ 1 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജ വോട്ടുകളായിരുന്നു, കള്ള വോട്ടുകളായിരുന്നു, വോട്ട് ചോരിയായിരുന്നു എന്നുള്ളതാണല്ലേ. ഏതാണ് 5 തരം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒന്നാമത്തത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരാൾക്ക് പല ബൂത്തുകളിലായിട്ട് വോട്ട്, പല സംസ്ഥാനങ്ങളിലായിട്ട് വോട്ട്, പല മണ്ഡലങ്ങളിലായിട്ട് വോട്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഉദാഹരണമായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബൂത്ത് നമ്പർ 116, 124, 125, 126 വരുന്നുണ്ട്. ഇനി മറ്റൊരാൾക്കാരുടെ മഹാദേവപുരയിലും മുംബൈയിലും വോട്ടുള്ള ഒരാളുടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാദേവപുരയിലും വാരണാസിയിലും വോട്ടുള്ള ഒരു വ്യക്തിയുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത് ഇങ്ങനെ, അതായത് പല ബൂത്തുകളിലോ പല മണ്ഡലങ്ങളിലോ പല സംസ്ഥാനങ്ങളിലോ ഒക്കെ വോട്ടുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 11,965 ആണ് എന്നുള്ളതാണ്. സംഭവം മനസ്സിലായല്ലോ. ഒരാൾക്ക് തന്നെ പല സ്ഥലത്ത് പോയിട്ട് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. രണ്ടാമത്തത് ഫേക്ക് അഡ്രസ് ആൻഡ് ഫേക്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് ഒരുപാട് പേരുടെ വോട്ടർ ലിസ്റ്റിലുള്ള ഒരുപാട് പേരുടെ പേര് പരിശോധിച്ചപ്പോൾ വീട്ടുപേര് എന്തായാലും കാണുമല്ലോ അല്ലേ, അഡ്രസ്സ് കാണുമല്ലോ അല്ലേ. അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് 0 അല്ലെങ്കിൽ ഹാഷ്, ഹൈഫൺ, എക്സെട്ര എന്നൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് യാതൊരുവിധ അഡ്രസ്സും ഇല്ലാത്ത ഒരുപാട് പേരുടെ പേര് വോട്ടിംഗ് ലിസ്റ്റിൽ കയറിക്കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് LSGD, YW, XYZ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 40,009 വോട്ടാണെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. അഡ്രസ്സ് ഇല്ലാത്ത വോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ ഏത് ബൂത്തിൽ വരെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ അഡ്രസ്സാണല്ലേ. അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലം, നിയമസഭാ മണ്ഡലം, അവിടെ ഏത് ബൂത്ത് ചെയ്യണം എല്ലാം തീരുമാനിക്കുന്നത് ഈ അഡ്രസ്സാണ്. അപ്പോൾ ഈ അഡ്രസ്സ് ഇല്ലാത്തവരെ തീർത്തും വ്യാജ വോട്ടർമാരായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. മൂന്നാമത്തത് ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ്സാണ്. അതായത് ഒരേ അഡ്രസ്സിൽ തന്നെ, ഒരേ മുറിയുടെ അഡ്രസ്സിൽ തന്നെ ഒരുപാട് ധാരാളം ആൾക്കാരാണ്. ഉദാഹരണമായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഹൗസ് നമ്പർ 35 80 വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഹൗസ് നമ്പർ 791 46 വോട്ടേഴ്സ് ഉണ്ടെന്നാണ്. അതായത് ഈ ഒറ്റ വീട്ടിൽ നിന്ന് ഇത്രയും വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ 153 ബിയർ ക്ലബ് എന്ന് പറയുന്ന ഒരു ബ്രൂവറി ഉണ്ട്, ഈ ബിയറും വൈനൊക്കെ ഉണ്ടാക്കുന്ന കേന്ദ്രമില്ലേ, അവിടുന്ന് 68 വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇങ്ങനെയുള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം 10,452 ആണെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ സമാനമായിട്ടുള്ള സംഭവം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മുടെ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തദ്ദേശ മണ്ഡലത്തിൻ്റെ അകത്തെ ഒരു വീട്ടിൽ നിന്ന് മാത്രം 34 പേരാണ് വോട്ടർ പട്ടികയിലുള്ളത്. അപ്പോൾ 3 പേരെന്നുള്ളത് ആ വീട്ടുകാർ തന്നെയാണ്. ആ വീട്ടുകാർ നിലവിൽ വിദേശത്തോ മറ്റു പ്രദേശത്തോ എവിടെയൊക്കെയാണ്, ആ വീട് പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നിന്നായിട്ട് 31 പേരെയാണ് പുതിയതായിട്ട് അവിടെയുള്ള BLO ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ നിന്ന് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരവിടെ വന്നിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെരുമ്പാവൂരേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ മുറി വെച്ചിട്ടായിരിക്കും, ആ ഒരു വീട് വെച്ചിട്ടായിരിക്കും എല്ലാവരും കൂടെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ബ്രൂവറി ആണല്ലേ. അപ്പോൾ ആ ബ്രൂവറിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാകാം ഒരു പക്ഷേ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പെരുമ്പാവൂർ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കേസുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു സാധ്യത പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാലാമതായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഏറ്റവും അടിസ്ഥാന ഒരു കാര്യം എന്താണ് അതിൻ്റെ അകത്ത്, നമ്മുടെ ഫോട്ടോയാണല്ലേ. അതായത് നമ്മുടെ ഫോട്ടോ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ ലിസ്റ്റിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അങ്ങനെ ഫോട്ടോ ഇല്ലാത്തവർ, ഫോട്ടോ ക്ലിയർ അല്ലാത്തവർ, അല്ലെങ്കിൽ വളരെ കുഞ്ഞു ഫോട്ടോ, അതായത് ഇത്രയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരുന്നതിന് പകരം വളരെ കുഞ്ഞു ഫോട്ടോ ഉള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത്, അതായത് ഞാനിവിടെ ചിന്തിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പേരിൽ അക്ഷരപ്പിശകൊക്കെ വരാം. പക്ഷേ നമ്മൾ ഒരു വോട്ടേഴ്സ് ID കാർഡിന് അപ്ലൈ ചെയ്യുമല്ലോ, 18 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഫോട്ടോ കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമില്ല. നമ്മൾ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോട്ടോ അവിടെ കയറും, നമ്മളുടെ ആ ഡാറ്റാബേസിൽ കയറും. പിന്നെ നമ്മുടെ ഇലക്ഷൻ ID കാർഡിലൊക്കെ അത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകും, നമ്മുടെ വോട്ടർ പട്ടികയിൽ ആ ഫോട്ടോ വരും. അപ്പോൾ ഈ ഫോട്ടോ ഇല്ലാതെ എങ്ങനെ ഇവർക്ക് ഈ ഇലക്ഷൻ ID കാർഡ് കൊടുക്കുന്നു എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഇല്ല എന്നൊരു കാര്യം മാത്രമല്ല നമ്മളവിടെ ചിന്തിക്കേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള കാര്യം മനസ്സിലായോ? ഈ ഫോട്ടോ മേടിക്കാതെ പോലും ഒരു വ്യക്തിക്ക് ഇലക്ഷൻ ID കാർഡ് കൊടുക്കുന്നു എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമതായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഫോം 6ന്റെ ദുരുപയോഗമാണ്. എന്താണ് ഫോം 6 എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോം 6 എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ അകത്ത് സിംഹഭാഗവും വരുന്നത്
18 മുതൽ 23, 25 വയസ്സ് വരെയൊക്കെ ഉള്ളവരായിരിക്കും. ഇപ്പോൾ നമ്മളൊക്കെ 18 തന്നെ ഓടിച്ചാടി രജിസ്റ്റർ ചെയ്യുമല്ലേ. അപ്പോൾ അവരാണ് കൂടുതലായിട്ടും വരുന്നതല്ലേ. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് വളരെ പ്രായം ചെന്നവർ പോലും ഈ ഫോം 6 ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ എണ്ണമായിട്ട് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് 33,692 വോട്ടർമാരുടെ പട്ടികകളാണ്. ഈ 5 തരത്തിലൂടെ മോഷ്ടിക്കപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന വോട്ടുകളുടെ എണ്ണമാണ് 1,00,000 പോയിട്ടുള്ളത്. ഇനി രാഹുൽ ഗാന്ധി കർണാടകയെ പറ്റിയിട്ടോ ബാംഗ്ലൂർ സെൻട്രലിനെ പറ്റിയിട്ടോ മാത്രമായിരുന്നില്ല ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മഹാരാഷ്ട്ര ഇലക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മഹാരാഷ്ട്ര ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള ആദ്യം അതിന്റെ പിന്നോട്ടൊരു 5 മാസം എടുക്കുക, അതിൻ്റെ പിന്നോട്ടൊരു 5 വർഷം എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 5.5 വർഷമാണ് ടോട്ടൽ വരുന്നതല്ലേ. ഈ ഒരു 5 വർഷമുണ്ടല്ലോ, ഈ ഒരു 5 വർഷത്തിൽ ഒരുപാട് വോട്ടേഴ്സ് പുതിയതായിട്ട് വോട്ടേഴ്സ് പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അതിനേക്കാളൊക്കെ വളരെ വലുതാണ് ഈ അവസാനത്തെ 5 മാസം വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെട്ടവരുടെ എണ്ണം എന്നാണ് രാഹുൽ ഗാന്ധി ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് അവിടെയുള്ള മഹാരാഷ്ട്രയിലെ ഈ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആൾക്കാർ വോട്ടർ പട്ടികയിലുണ്ടെന്നാണ്. മൂന്നാമതായിട്ട് പറയുന്നത് പല ബൂത്തുകളിലും വൈകിട്ട് 5 മണിക്ക് ശേഷം വോട്ടേഴ്സിൻ്റെ ഒരു സ്പൈക്ക്, പെട്ടെന്ന് അവിടെ ഒരുപാട് വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ വരുന്നതായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ള കാര്യമൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ പല ന്യൂസ് ആർട്ടിക്കിളും ഒക്കെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി ഹരിയാന ലോക്സഭാ ഇലക്ഷൻസിനെ പറ്റിയിട്ടും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലോക്സഭാ ഇലക്ഷന് അവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് 8 സീറ്റുകൾക്കായിരുന്നു. ഈ 8 സീറ്റുകളിലെ ആകെപ്പാടെയുള്ള വോട്ട് ഗ്യാപ്പ്, ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് 22,779 ആയിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ഡോക്യുമെൻ്റാണ് അദ്ദേഹം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ആ ഒരു പ്രസ് മീറ്റിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി എന്താണ് എന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത്. മറ്റൊന്നുമല്ല, ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്, രാഹുൽ ഗാന്ധി നിങ്ങൾ രേഖാമൂലം ഒരു സത്യവാങ്മൂലം അടക്കം ഒരു പരാതി തരിക, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി മടിച്ചു നിൽക്കുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ പൊളിറ്റിക്സ് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നവരാകാം, എതിർക്കുന്നവരാകാം, ന്യൂട്രലായിട്ട് നിൽക്കുന്നവരാകാം. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുത്ത് അന്വേഷണം നടത്തുകയാണ്. കാരണം നമുക്കറിയണം, നമ്മുടെ രാഷ്ട്രീയം എന്തുവായിക്കൊള്ളട്ടെ, ഇവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതാണല്ലേ. അപ്പോൾ അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയണം. അപ്പോൾ അതിനറിയാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ സത്യവാങ്മൂലം കൊടുത്ത് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം മടിക്കുന്നതെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി കാണിക്കുന്ന പല ഡോക്യുമെന്റുകളും ഞങ്ങളുടെ കൈവശമുള്ളതല്ല, മറ്റേതോ സാധനമൊക്കെ എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. അപ്പോൾ സത്യവാങ്മൂലം കൊടുത്ത് രാഹുൽ ഗാന്ധിക്ക് പറയാം ഇത് നിങ്ങളുടെ തന്നെയാണെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാം. അങ്ങനെ കൊടുത്ത് സത്യമാണെങ്കിൽ അവർ അന്വേഷിച്ച് മറുപടി തന്നേ പറ്റത്തുള്ളൂ. ഇനി ഈ ഡോക്യുമെന്റിൽ വല്ല വ്യാജമുണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുത്താൽ പ്രശ്നമാകും. കാരണം സത്യവാങ്മൂലം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ഒരു വാക്കിൽ നിന്ന് പിന്മാറില്ല, ഞാനിത് ഉത്തമ ബോധ്യത്തോടെയാണ് തരുന്നത്, അല്ലാതെ വേറെന്തെങ്കിലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയൊന്നും അല്ല, എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ആവശ്യം, അതായത് നമ്മളുടെ ഓരോ വ്യക്തികളുടെ അല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ ഒന്നടങ്കം ആവശ്യം എന്നുള്ളത് രാഹുൽ ഗാന്ധി ആ ഒരു സത്യവാങ്മൂലം കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അതിന് മടിച്ചു നിൽക്കുന്നത് അത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആൾക്കാർ, നമുക്ക് സത്യമാണ് അറിയേണ്ടത്. ഇപ്പോൾ കൺഫ്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രസന്റ് ചെയ്ത ഡാറ്റയിലാണ് പ്രശ്നമുള്ളെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു പക്ഷേ നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്താകാം. അപ്പോൾ എന്താണെങ്കിലും സത്യം നമുക്കറിയണമെങ്കിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ഒരൊറ്റ കാര്യത്തെ പറ്റിയിട്ട് സ്പെസിഫിക്കലി ചോദിച്ചിരുന്നു. അതായത് ഫോം 6ന്റെ ദുരുപയോഗത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി കാണിച്ച ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ശകുൻ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ 2 വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസർ നൽകിയ ഡാറ്റയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ആ ടിക്ക് മാർക്ക് ഇട്ടത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇതിൻ്റെ സോഴ്സ് താങ്കൾ പ്രൊവൈഡ് ചെയ്യുക, ഞങ്ങളുടെ കൈവശം അങ്ങനത്തെ ഒരു സാധനമില്ലേ, ഡബിൾ വോട്ടിംഗ് നടന്നു എന്നുള്ള ഒന്നില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അതിനെ എതിർക്കുകയല്ല വേണ്ട, മറിച്ച് ആ ഒരു ഡോക്യുമെന്റ് സമർപ്പിച്ച് സത്യവാങ്മൂലം കൊടുത്ത് അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനമാണ്, നമ്മുടെ ബാക്കി എല്ലാ ഭരണകൂടങ്ങളിൽ നിന്നും തീർത്തും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് സത്യവാങ്മൂലം കൊടുത്തത് പരാതി രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഡാറ്റ സാധാരണഗതിയിൽ ലഭ്യമാകുന്നത് എങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്തൊക്കെ നോക്കിയിട്ടുള്ളതാണ്. അതായത് വോട്ടേഴ്സ് പട്ടിക സ്കാൻ ചെയ്തിട്ട് അതൊരു PDF ആക്കിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് ആയിട്ടാണ് തരുന്നത്. അല്ലേ, നമുക്കത് മെഷീൻ റീഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എളുപ്പത്തിൽ അത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. ഇനി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ അടിച്ചു കഴിഞ്ഞാലും ഈ ഇത്ര ലക്ഷക്കണക്കിന് 130 കോടിയുണ്ട്, നമുക്ക് അത് വച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പലരുടെയും പേരൊക്കെ മങ്ങിയും ബ്ലർഡുമാണ്, കൃത്യമായിട്ടുള്ള പ്രിന്റിംഗ് അല്ല, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ വേണം. ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റിയുള്ള ഡാറ്റ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു റെസ്യൂമെ തയ്യാറാക്കുക,
കൊടുക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൈവച്ച് എഴുതിയിട്ട് അത് സ്കാൻ ചെയ്തിട്ട് കൊടുക്കുകയല്ലോ. ടൈപ്പ് ചെയ്ത ഡാറ്റയാണല്ലേ. ടൈപ്പ് ചെയ്ത ഡാറ്റ ആണെങ്കിൽ എന്താ ഗുണം? നമ്മൾ Ctrl+F അടിച്ചാൽ കറക്റ്റ് സെർച്ചിങ് ഒരു എളുപ്പത്തിൽ സെർച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അക്ഷരങ്ങൾ റീഡ് ചെയ്യാൻ പ്രശ്നമില്ല. ഇനി സൂം ചെയ്ത് കഴിഞ്ഞാലും ക്ലാരിറ്റി പോകില്ല. ഇതാണ് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളൊരു ബുക്കിൻ്റെ ഫോട്ടോ ഇങ്ങനെ ക്ലാരിറ്റി കുറഞ്ഞെടുത്തിട്ട് അത് PDF ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ അഭിമാന പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ അല്ലേ. നമ്മൾ ഒരുപാട് അഭിമാനിക്കാറുണ്ട്. നമ്മളൊക്കെ ഭൂരിഭാഗം പേര് UPI യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് ഇന്നൊരു ബാങ്ക് അക്കൗണ്ട് വീട്ടിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് എടുക്കാം, ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടുവട്ടം ചെയ്യാൻ പറ്റുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ മാത്രം ഈ ഡിജിറ്റലൈസേഷൻ ഇല്ലായ്മ അതൊരു പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഓപ്പൺ ആക്കി കൊടുക്കുക, എല്ലാവരും പരിശോധിക്കട്ടെ, എളുപ്പത്തിൽ പരിശോധിക്കാമല്ലോ. ഇന്ന് നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ അവൈലബിൾ ആണ്, AI സംവിധാനങ്ങളൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ ഇട്ട് പരിശോധിക്കട്ടെ. അപ്പോൾ ഇലക്ഷന് കുറച്ച് നാൾക്ക് മുമ്പെങ്കിലും ഇത് ഡിജിറ്റലായിട്ട് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ 30 സെക്കൻഡ് മതി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ഒരു 40 പേർക്ക് 6 മാസത്തോളം പഠിക്കേണ്ടി വന്നു എന്നാണ്. അദ്ദേഹം ആ ഒരു പേപ്പർ കട്ടിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും മെഷീൻ റീഡിങ് പോസിബിൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് കള്ളമൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാമൊക്കെയാണ് ഈ മെഷീൻ റീഡബിൾ അല്ലാത്ത ഈ OCR പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. AI സംവിധാനങ്ങളുണ്ട്, പക്ഷേ 130 കോടി പേരുടെ ഇട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ ദയവായിട്ട് ചെയ്യുക, ഡിജിറ്റൽ കോപ്പി പ്രൊവൈഡ് ചെയ്യുക, അത് നമ്മുടെ ഒരു പൗരന്മാരുടെ അവകാശമാക്കി മാറ്റുക. മാത്രമല്ല ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ ഈ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡിജിറ്റൽ കോപ്പി ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളിൽ തന്നെ ആ ഒരു ഡിജിറ്റൽ കോപ്പി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വ്യാജ വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്ന് 65 മുതൽ 70 ലക്ഷം വരെയുള്ള വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യാനും നിർദ്ദേശമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി അടുത്ത സെഷൻ പറയുവാണെങ്കിൽ ഈ വോട്ടർ പട്ടികയിലെ പേരപാകതകൾ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല, അത് നമ്മുടെ രാജ്യത്ത് ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് നിങ്ങൾ എങ്ങനെയാണ് ചേർത്തതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു BLO ഉണ്ടാകും, ബൂത്ത് ലെവൽ ഓഫീസർ ഉണ്ടാകും. ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നോൺ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയായിരിക്കും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ സ്കൂൾ ടീച്ചേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ ഈ BLO ആണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ഇങ്ങനെ ഒരാളവിടെ ഉണ്ട്, എൻ്റെ മണ്ഡലത്തിൽ നിന്നാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് ഈ സാധനത്തിലേക്ക് കയറ്റി വിടുന്നതല്ലേ. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കള്ളക്കളികൾ നടക്കുന്നുണ്ട്. അപ്പോൾ വോട്ടുകൾ അട്ടിമറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജാതി മതഭേദമന്യേ നമ്മളെല്ലാവരും അതിനെ എതിർക്കേണ്ട ഒന്ന് തന്നെയാണ്, നിസ്സംശയം പറയാം. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രം നടക്കുന്നതല്ലെന്നേ, നമ്മുടെ കേരളത്തിലും ധാരാളമായിട്ട് കാണാൻ പറ്റും. ഉദാഹരണം 2021 ഇലക്ഷന് മുമ്പ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കണം. അദ്ദേഹം പരാതി കൊടുക്കാൻ തയ്യാറായി കേട്ടോ. അദ്ദേഹം പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3.17 ലക്ഷം ഇരട്ട വോട്ടുകൾ, അതായത് കള്ള വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷന് 38,586 വോട്ട് കണ്ടെത്താൻ പറ്റി. ഓക്കെ, 3 ലക്ഷം എന്ന് പറഞ്ഞു കൊടുത്താലും അതിൻ്റെ ഒരു 10% വോട്ട് കണ്ടെത്താൻ പറ്റിയ ഇലക്ഷൻ കമ്മീഷന് 38,000 ഇരട്ട വോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നുമല്ല, കള്ള വോട്ടുകൾ കണ്ടെത്തിപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഈ ഒരു സെയിം രീതി നോക്കുവാണെങ്കിൽ അല്ലേ, റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും വലിയ അടിയായി പോയത് ആ സമയത്ത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പലർക്കും ഈ ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു വാർത്തയൊക്കെ പ്രതിപക്ഷ പാർട്ടിക്കാർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരാതി കൊടുക്കാൻ പോകുന്ന രമേശ് ചെന്നിത്തല കള്ള മനഃപൂർവ്വം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അത് നമ്മളുടെ സിസ്റ്റത്തിന് വരുന്ന പാളിച്ചകളാണ്. ഈ സിസ്റ്റത്തിന് വരുന്ന പാളിച്ചകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇനി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിൽ തന്നെ ഈ ഒരു 0 അഡ്രസ്സ് 0 എന്നുള്ള ഒരുപാട് വോട്ടേഴ്സിനെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏത് കക്ഷിയോ ആയിക്കോട്ടെ, വോട്ടിംഗ് സിസ്റ്റത്തിൽ ഒരു പാളിച്ച വന്നാൽ അതിനെ ശക്തമായിട്ട് എതിർക്കുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നാൽ ഒരുപക്ഷേ സംസ്ഥാനം ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടി ആയിരിക്കാം, രാജ്യത്ത് വന്നാൽ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവമുള്ള പാർട്ടി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എതിർക്കാതിരിക്കരുത്. ഇത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നതല്ല, നമ്മളുടെ ജനാധിപത്യത്തിന്, നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് വോട്ടിംഗ് സിസ്റ്റം അത്രത്തോളം സുതാര്യമാക്കിയില്ലെങ്കിൽ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതിൽ പോലും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള, ടൈപ്പ് ചെയ്ത ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് പട്ടിക പ്രസിദ്ധീകരിക്കണം. അല്ലാതെ മറ്റേ പേപ്പർ സ്കാൻ ചെയ്ത് ഒരു ക്ലിയറുമില്ല, ക്ലാരിറ്റി ഇല്ല, സെർച്ച് ചെയ്താൽ പോലും ഒന്നും കിട്ടില്ല. മെഷീൻ റീഡബിൾ അല്ല. മെഷീൻ റീഡബിൾ ആണെങ്കിൽ അഡ്വാൻസ് സിസ്റ്റംസ് ഉണ്ട്, നമുക്ക് 1 മിനിറ്റിനുള്ളിൽ എല്ലാം അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. ഇന്ന് അടിപൊളിയായിട്ടുള്ള AI സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ കിട്ടുമെങ്കിൽ കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമാണ്. പക്ഷേ അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തരുന്നില്ല, അത് പറ്റില്ല. ഇനി അങ്ങോട്ട് നമുക്ക് ഡിജിറ്റൽ ഡാറ്റ ഇലക്ഷൻ ഒരു 6 മാസം മുമ്പെങ്കിലും തന്നേ പറ്റൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ല നമുക്കെല്ലാം ആധാർ തന്നിട്ടുള്ളത് നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ചല്ലേ? ഒരു ഫിംഗർ പ്രിന്റ് ലോകത്തൊരാൾക്കേ കാണത്തുള്ളൂ. എന്നാൽ ഫിംഗർ പ്രിന്റ് വെച്ച് വെരിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയാൽ പോരെ. നമ്മൾ വോട്ടേഴ്സ് ബൂത്തിലേക്ക് പോകുന്നു, നമ്മളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് നമ്മളുടെ ID വെരിഫൈ ചെയ്യുന്നു, എന്നിട്ട് വോട്ട് ചെയ്യുന്നു. ഒരിക്കലും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നല്ലേ? പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് സ്കാൻ ചെയ്ത് മാച്ച് ചെയ്ത് നോക്കണമെങ്കിൽ എല്ലായിടത്തും എല്ലാ ബൂത്തിലും ശക്തമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റ് കട്ടാകാറില്ലേ? അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത്
എയർടെല്ലിൻ്റെ ഉപയോഗിക്കാറുണ്ട്, എൻ്റെ വീട്ടിലാണെങ്കിൽ റെയിൽവേറിൻ്റെ ഉപയോഗിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കട്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസുമായിട്ട് എല്ലാ സമയത്തും മാച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അത് വേറെ വല്ലയിടത്തുമായിരിക്കും ഇരിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം എഫക്റ്റീവ് അല്ല നമുക്ക് നിലവിൽ. നമ്മളുടെ കാടും മലയിലും ഒക്കെ പോളിംഗ് ബൂത്തുകളും ഒക്കെ ഉണ്ട് നമ്മളുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ ആ ഒരു ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പോലും എപ്പോഴും കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് നിലവിൽ. കറണ്ട് കണക്ഷൻ ആണെങ്കിൽ ഓക്കെ, KSEB ആണ് നമ്മളുടെ കൺട്രോളിൽ, നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സെർവറിൻ്റെ അല്ല, മറിച്ച് കടലിലടിയിൽ കൂടെ പോകുന്ന കേബിളിനൊരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കട്ടാവും. അപ്പോൾ ഇൻ്റർനെറ്റിനെ ആശ്രയിച്ച് നമ്മൾ ആധാർ ബേസ്ഡ് ആയിട്ട്, അതും ടെക്നിക്കലി ഒരുപാട് നമ്മൾ മുന്നേറണം. നമ്മുടെ ആ ഒരു സ്ഥലത്ത് ഫിംഗർ പ്രിൻറ്റ് റീഡ് ചെയ്യാനുള്ള സാധനം ഉണ്ടാകണം. അത് ഇൻ്റർനെറ്റ് വഴി സെൻട്രൽ ഡാറ്റാബേസ് അതെവിടെയെങ്കിലും ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ വെരിഫൈ ചെയ്യാനുള്ളൊരു സാധനം വേണം. അത് പോകേണ്ടത് ഒരു ഹാഷ് കോഡായിട്ടാണ്. അപ്പോൾ വലിയ പ്രൊസീജിയേഴ്സാണ് അതിൻ്റെ പിന്നിൽ നടക്കേണ്ടത്. അപ്പോൾ അത് അടുത്ത ഒരു കാലത്തൊന്നും അത് അത്രത്തോളം എളുപ്പമായിട്ട് നടക്കില്ല. ഇനി വരും തലമുറയിൽ ഒരു 30 വർഷം കഴിയുമ്പോഴൊക്കെ വരുമായിരിക്കാം, മാറ്റങ്ങൾ വരുമായിരിക്കും. എനിക്കറിയില്ല, നമ്മൾ പേപ്പർ ബാലറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് വന്നിട്ടില്ല, അതുപോലെയൊക്കെ മാറ്റം സംഭവിക്കുമായിരിക്കും. പക്ഷേ അടുത്ത കാലത്തൊന്നും അത് പ്രതീക്ഷിക്കേണ്ട. അത് അത്രത്തോളം എളുപ്പമല്ല ഇപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട്, ഭാവിയിൽ എളുപ്പമായേക്കാം. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ നമ്മുടെ നാട്ടിലെ വോട്ടിംഗ് സിസ്റ്റത്തിലെ പാകപ്പിഴകൾ എന്താണ്? നമ്മുടെ മണ്ഡലത്തിലേക്ക് വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാകപ്പിഴകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് പട്ടിക വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആവശ്യകതകളും ഒക്കെ പറയുക. കമൻറ്റ് ബോക്സ് എന്നുള്ളത് എപ്പോഴും നല്ലൊരു ഡിസ്കഷൻ വേദിയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്ത വീഡിയോസ് എന്തിനെ പറ്റി വേണമെന്ന് അതും കമൻറ്റ് ചെയ്താൽ അതും നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 24 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ടാറ്റ AIA ലൈഫിൻ്റെ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. സമയം വളരെ കുറവാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മിസ് മേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.